സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് വികിരണ തോത് കൂടുന്നതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ കഴിഞ്ഞ ദിവസത്തെ UV കിരണ തോത് 9 ഇൻഡെക്സ് വരെ രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും ഇടയാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് ചൂട് അസഹനീയമാം വിധം ഉയരുകയാണ്. അത്യുഷ്ണ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന കേരളത്തിന്റെ ഉറക്കം കെടുത്തി അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുള്ള ഉയർന്ന വികിരണ തോതും വില്ലനാകുന്നു. സംസ്ഥാനത്തെ 14 ജില്ലകളിലും താപനിലയ്ക്ക് പുറമെ സൂര്യനിൽ നിന്നുള്ള UV കിരണങ്ങളുടെ തീവ്രതയും വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ കഴിഞ്ഞ ദിവസത്തെ UV വികിരണ തോത് 9 ഇൻഡെക്സ് വരെ രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. കൊല്ലം ജില്ലയിലെ UV മാപ്പിനി കൊട്ടാരക്കരയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ 9 വരെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും UV നിരക്ക് കൂടുകയാണ്. UV ഇൻഡെക്സ് 6 കടന്നാൽ യെല്ലോ അലേർട്ടും 8 മുതൽ 10 വരെ ഓറഞ്ച് അലേർട്ടും 11 മുകളിൽ റെഡ് അലേർട്ടുമാണ്. സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും ഇടയാകും. തിമിരത്തിനും നേത്രരോഗങ്ങൾക്കും സാധ്യത ഏറെയാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ വെയിലേൽക്കുന്നത് പരമാവധി കുറയ്ക്കാനാണ് പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് കൂടുതൽ സമയം വെയിലേൽക്കാതിരിക്കണമെന്നും വിദഗ്ധരുടെ നിർദ്ദേശമുണ്ട്. പകൽ താപനില 38 ഡിഗ്രി ഉയരാമെന്ന സ്ഥിതി സംജാതമായതോടെ അടുത്ത മാസങ്ങളിൽ സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിനും സാധ്യതയേറി. സംസ്ഥാനത്ത് പല ജില്ലകളിലും ഇപ്പോൾ തന്നെ 3 ഡിഗ്രി വരെ പതിവിലും ചൂട് കൂടുതലാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ പറയുന്നു. ജനം, തിരുവനന്തപുരം.